ആ ബ്രോ, ഹലോ. ബാംഗ്ലൂരുണ്ട്. ഓ, ഇത് ആര്? നിങ്ങൾ ഹലോ. എന്റെ ലൈഫിൽ സത്യം, ഞാൻ സീരിയസ് ആയിട്ട് ആദ്യം ഞാൻ പറയാനുള്ള ഏ? പറയട്ടെ. ഓ. എന്റെ ലൈഫിൽ ഞാൻ എന്റെ ഒരു അനിയനെ പോലെയാണ് കണ്ടത്. അതെ കണ്ട് നമ്മളെല്ലാം ചെയ്ത്. അതെ പക്ഷെ ഈ പറഞ്ഞതുപോലെ അതിലൊരു വലിയ സംഭവം ഉണ്ടായത് നിങ്ങൾക്കും അറിയാം, ആരതി പൊടിക്കും അറിയാം, എനിക്കും അറിയാം. അതെ. പിന്നെ ആ സമയത്ത് ആരതി പൊടിക്ക് അല്ല, ഞാൻ ഇത് ജെന്യൂൻ ആയിട്ട് പറഞ്ഞാണേ. നാളെ ഉം. മിണ്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ ഇത് പറഞ്ഞോ പറഞ്ഞതാണ്. ബ്രോ, പറഞ്ഞോ. ആരതി പൊടി എന്ന് പറയുന്ന ആള് അന്ന് രണ്ട് വള്ളത്തിൽ കാലി ചവിട്ടിയതിന്റെ ഒരു പ്രശ്നമാണ് നമ്മൾ തമ്മിലുണ്ടായ പിണക്കം. കാരണം മനസ്സിലായി അവള്, നിങ്ങൾ കെട്ടാനുള്ള പെണ്ണാണ്, എന്നാലും ഞാൻ പറയണം, മനസ്സിലായി അവള് മനസ്സിലായി നിങ്ങളുടെ അടുത്ത് ഒന്ന് പറഞ്ഞ് എന്റെ അടുത്ത് വേറൊന്ന് പറഞ്ഞു. മനസ്സിലായി. എന്റെ അടുത്ത് അന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് എന്തെങ്കിലും ദൈവം സഹായിച്ച് നമ്മളെ നേരിട്ട് കാണുമെങ്കിൽ ഞാൻ പറയാം, ഞാൻ ഫോണിൽ കൂടെ അല്ല, സംസാരിക്കില്ല. ഇല്ല ആക്ച്വലി സത്യം പറഞ്ഞാൽ പൊടി എന്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ചേട്ടന് ഷാലു ചേട്ടന് ഇപ്പോഴും ഇഷ്ടമാണ്. ഞാൻ പറയാം എനിക്ക് അങ്ങേരായിട്ട് ഒരു പ്രശ്നമില്ല, ഞങ്ങൾ ഇന്നേ വരെ ഒരിക്കലും വഴക്കോലും കൂടിയിട്ടില്ല, ഇന്നേ വരെ ഒരു രീതിയിൽ ഒരു പ്രശ്നം പോലും എന്ത് ചെയ്തിട്ടില്ല. ഫോൺ കോൾ അവസാനം പോലും വിളിക്കുമ്പോൾ നല്ല രീതിയിൽ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, സംസാരിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇതിന്റെ ഇടയ്ക്ക് മറ്റേ മാപ്പ് വീഡിയോയുടെ കാര്യം, ബിബിയാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് എനിക്ക് എന്റെ ലൈഫിൽ സീരിയസ് ആയിട്ട്, ഞാൻ റോബിൻ അങ്ങനെ പറഞ്ഞല്ല, ഞാൻ ഇന്ന് വരെ ഒരാളെ ഉപദ്രവിച്ചില്ല. പിന്നെ ഞാനൊക്കെ ഉപദ്രവിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് അതൊക്കെ മനസ്സിലായല്ല, അങ്ങനെയല്ല ഞാൻ അത്രേ പറഞ്ഞത്. ഉള്ളൂ. എന്റെ അടുത്ത് കയറി ചൊറിഞ്ഞാൽ ഞാൻ കയറി മാന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് മാന്തും. പക്ഷെ എനിക്ക് ഒരു കാര്യം ഉറപ്പായിരുന്നു, എന്റെ ഭാഗത്ത് ഞാൻ നിന്നെ ഉപദ്രവിച്ചിട്ടില്ലായിരുന്നു, അതെനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ നിന്നെ നശിപ്പിക്കാൻ വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലായിരുന്നു. പൊന്നു ചേട്ടാ, നിങ്ങൾ എന്താണെന്ന് പക്ഷെ നീ ആ മാപ്പ് വീഡിയോ ഇട്ട ആ സമയത്ത് ഞാൻ പറയട്ടെ, എന്റെ ആ കിളിവ്, മാപ്പ് കാരണം നീ എന്റെ അടുത്ത് പറയാ, ബിബി എന്നെ വിളിച്ച് പറയാണ്, അല്ല ഇത് കേട്ടോ, വേണമെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെച്ചോ. ബിബി എന്റെ അടുത്ത് വിളിച്ച് പറയാണ്, ബിബി എന്നോട് വിളിച്ച് പറയാണ്, ചാലു ചേട്ടാ റോബിന്റെ അച്ഛൻ എന്നെ വിളിച്ചോണ്ടിരിക്കുകയാണ്, ഏതോ ഒരു MLA മന്ത്രിയൊക്കെ ആയിട്ട് കണക്ട് ചെയ്യണം, ഏതോ ഒരു വലിയ അഡ്വക്കേറ്റിനെ കണക്ട്. അപ്പൊ ഷാലു ചേട്ടനെ ലൊക്കേഷനിൽ നിന്ന് തൂക്കാനാണ് പരിപാടി. അപ്പൊ ഞാൻ എറണാകുളത്ത് പ്രിയൻ സാറിന്റെ പടം ചെയ്തോണ്ടിരിക്കുന്ന സമയം. അപ്പൊ എനിക്ക് സാറെന്ന് പറഞ്ഞ ജീവനാണ്. അപ്പൊ സാറിന്റെ ലൊക്കേഷനിൽ വന്ന് തൂക്കും. ചേട്ടാ 14 ദിവസം റിമാൻഡ്, മീൻസ് ജാമ്യം പോലും കിട്ടൂല, 6 വർഷം വരെ ഉള്ളടക്കമുള്ള വകുപ്പാണ്. ഒരു 4 വകുപ്പും പറഞ്ഞത്. ഞാനത് എന്റെ ഒരു അഡ്വക്കേറ്റിനെ വിളിച്ച് വെച്ചപ്പോ, എടാ അത് കറക്റ്റ് വകുപ്പാണ്, ത്രെട്ടണിങ് നീ വിചാരിക്കുന്നതല്ല, അത് വിഷയമാണെന്ന് പറഞ്ഞു. ഞാൻ അപ്പൊ തന്നെ മൂപ്പനെ വിളിച്ചിട്ട് പറഞ്ഞു, മൂപ്പ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഞാൻ ആക്ച്വലി ആ കൊച്ചിനെ കയറി പിടിക്കാൻ നിന്നിട്ടില്ല. എന്റെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പൊടിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നാണ് പറഞ്ഞത്. ഞാന് പൊടിയെ എന്റെ ഒരു അനിയത്തിയായിട്ട് തന്നെയാണ് ആ നിമിഷം വരെ ഞാന് ചിന്തിച്ചിട്ടുള്ളത്. ഒരു സ്ഥലത്ത് പോലും അങ്ങനെ എന്ത് ചെയ്തിട്ടില്ല, ആ ഒരു സ്ഥലത്ത് പോലും പറഞ്ഞിട്ടില്ല. ആ എന്നിട്ട് എന്നോട് വിവി പറയാണ്, വന്ന് അവിടെ വരുമെന്ന് പറഞ്ഞു. എവിടെ ലൊക്കേഷനിൽ പോലീസ് വരും, ഉറപ്പാണ് ചേട്ടാ, 8:30 മണിയാകുമ്പോൾ അവിടെ എത്തുമെന്ന്. സഹോദരി റേഞ്ചിൽ കണ്ട ആൾക്കാരുടെ അടുത്ത് നിന്ന് ഞാൻ അത് ആ രീതിയിൽ റോബിൻ അറിയില്ല, റോബിന്റെ സഹോദരിയൊക്കെ ഞാൻ എന്റെ സ്വന്തം സഹോദരി പോലെയാണ് കണ്ടിട്ടുള്ളത്. ഇനി റോബിന്റെ സഹോദരിയുടെ അടുത്തൊക്കെ ഞാൻ ഈ നിമിഷം വരെ ചോദിച്ചു നോക്ക്. ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളെ വിളിക്കാതിരുന്നത് ഇത്ര നാളും? എന്റെ നമ്പർ ഇല്ലാത്തതുകൊണ്ടാണോ? ഞാനും അതുകൊണ്ട് തന്നെ ഞാൻ വിളിക്കായിരുന്നത്. എനിക്ക് ഞാൻ പറയാം, കാരണം എനിക്ക് എന്റെ ലൈഫില് ഞാൻ എന്താ വിചാരിച്ചെന്നറിയോ? ഞാൻ വിചാരിച്ച ഇത്രേ ഉള്ളൂ, നിങ്ങൾ എന്തെങ്കിലും സത്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യും, ഈ ഒരു കോള് നിങ്ങൾ ചെയ്യുമെന്ന് എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, സത്യമായിട്ടുണ്ടായിരുന്നു. വെറുതെ നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മൾ അടിയിൽ ബഹളത്തിലോ ഒരു വലിയ പ്രശ്നത്തിലോ നിൽക്കുന്ന സമയത്ത് നമ്മൾ എന്ത് സംസാരിച്ചാലും അങ്ങോട്ടും ഇങ്ങോട്ടും മൂത്ത് സംസാരിച്ച് പോത്തേ ഉള്ളൂ. മനസ്സിലായില്ലേ? നമ്മൾ എങ്ങനെയെങ്കിലും അത് വാക്ക് തർക്കം കൂട്ടിക്കൊണ്ട് പോത്തേ ഉള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യക്തമായിട്ട് നിങ്ങൾക്കും കാര്യങ്ങൾ അറിയാം, എനിക്കും കാര്യങ്ങൾ അറിയാം. മനസ്സിലായില്ലേ? എന്റെ പൊന്നു ചേട്ടാ, എനിക്ക് ആ വീഡിയോ ഇപ്പോഴും എന്റെ പ്രൊഫൈലിൽ ഇടുന്നില്ല, എനിക്ക് അറപ്പേ ഉള്ളൂ. കാരണം എന്ന് വെച്ചാൽ അവൻ എനിക്ക് സത്യമായിട്ട് ആ വീഡിയോ എന്നെ കൊണ്ട് എടുപ്പിച്ച് ആ പ്രൊഫൈലിട്ട് ആ പണ്ണ തള്ളയോളി മറ്റേ അവണ്ടല്ല പുണ്ടച്ചിരമ്മ, മറ്റേ പേരെന്തരാണ്, മറ്റേ കിടിലം ഫിറോസ് പൂറിയമ പട്ടിത്താളി, അവനുള്ള പണി അവന് ദൈവം കൊടുത്തോളൂ അവര്. കാരണം നീ അവിടെ വീഡിയോ ഇട്ട് 10 മിനിറ്റ് കഴിഞ്ഞപ്പോ തായാളി ഒരു വീഡിയോ ഇട്ടേക്കണം, ഞാൻ പ്രിയൻ സാറിനെ മറ്റേ മോഹൻലാലിനെ അവരെയൊക്കെ പറ്റി അവന്റെ അവിടെ നിന്ന് അപരാധിച്ചെന്ന് പറഞ്ഞിട്ട് നീ അതിനെടുത്ത് സ്റ്റോറി ഇട്ട്. മനസ്സിലായി എന്റെ പൊന്നു ചേട്ടാ, അന്നത്തെ അല്ല എനിക്കറിയാം, അല്ല അതാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ ചിന്തിച്ചതല്ല, ഞാൻ ഇത്രയും ദിവസം ആ ഫിറോസ് എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അല്ലെ ഒരു മാഗസീനിലെങ്കിലും അവന്റെ ഫോട്ടോ കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഞാനായിരുന്നു. മനസ്സിലായി. അല്ല ചേട്ടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് പറയാണ്, ഇതിപ്പോ എന്താന്ന് വെച്ചാൽ നമുക്കിടയിൽ ഇപ്പൊ എന്താണ് കാര്യമെന്ന് ഒന്നും ആൾക്കാർക്ക് അറിയത്തില്ല. നിങ്ങൾ ആ വീഡിയോ ബിബി ചെയ്യിപ്പിച്ച് അത് എനിക്ക് തന്ന് ഞാൻ പോസ്റ്റ് ചെയ്തത് കൊണ്ടാണ് ഇത്രയും വൈരാഗ്യം, ഇത്രയും പ്രശ്നം ഉണ്ടായെന്നുള്ളത് ജനങ്ങൾക്ക് അറിയത്തില്ല. സീരിയസ്ലി പറയാൻ ജനങ്ങൾക്ക് അറിയത്തില്ല. ഞാൻ ഈ കോള് കട്ട് ചെയ്ത ഉടനെ തന്നെ ഞാൻ ആ വീഡിയോ എന്ത് ചെയ്തേക്കാം,
ഞാൻ അത് ഡിലീറ്റ് ചെയ്തേക്കാം. ഞാൻ ഇപ്പോഴാണ് പറഞ്ഞു. ഞാൻ നിങ്ങളോട് സ്നേഹമുള്ളതുകൊണ്ട് പറഞ്ഞു. എനിക്ക് നിങ്ങളോട് ഒരു പ്രശ്നവുമില്ല. സീരിയസ്ലി പറയാം. നിങ്ങളോട് എനിക്ക് ഒരു സ്നേഹം ഒരു പ്രശ്നം ഒരു കാര്യമില്ല. സ്നേഹം മാത്രമേ ഉള്ളൂ. ഞാൻ ആ വീഡിയോ ഇപ്പൊ ഡിലീറ്റ് ചെയ്യാം. ഇത് കഴിഞ്ഞാൽ ഇപ്പൊ ഡിലീറ്റ്. കാരണം എനിക്കത് മനസ്സിലായി അത് വിവിയാണ് ഇതിന്റെ ഇടയ്ക്ക് കളിച്ചതെന്നും ഇത്രയും ആ വീഡിയോ ഇട്ടതുകൊണ്ട് എനിക്ക് എന്റെ ലൈഫിൽ സംഭവിച്ചത് കേട്ടോ. അല്ല ഞാൻ പറയട്ടെ അല്ല കേട്ടോ, ആ വീഡിയോ ആ ഒരൊറ്റ വീഡിയോ ഒന്നുണ്ട്. ഇല്ല നിങ്ങളെ കാട്ടി എനിക്ക് കിട്ടിയ അല്ല എനിക്കറിയാം, കാരണം ഞാൻ പറഞ്ഞില്ല എന്റെ ചൊറിഞ്ഞാൽ ഞാൻ കയറി മാന്തം എന്നുള്ളത് ഉറപ്പാണ്. അതിൽ പിന്നെ വേറെ ഒരു കോംപ്രമൈസും ഇല്ല. പറയട്ടെ, യഥാർത്ഥത്തിൽ നമ്മൾ രണ്ടുപേരും ഇത് ആഗ്രഹിക്കുന്നുണ്ടായിരുന്ന. അല്ല അതാണ് അപ്പൊ എന്ത്. അല്ല പക്ഷേ നിങ്ങൾ ആലോചിച്ചു. അല്ല പക്ഷെ പിന്നെ ഇതിനിടയിൽ വേറെ രസമല്ല. അല്ല ഇനി ഒരു കാര്യം കൂടെ, ഇതിനിടയിൽ റോബിന്റെ തന്ത എന്ന് പറഞ്ഞ മയിര്, ഞാൻ പറഞ്ഞോണ്ടെന്ന് തോന്നല് നിന്റെ തന്തയാണ്. ആ തായോളി കാണിച്ച പണിയുണ്ടല്ലോ, ചില്ലറയൊന്നും അല്ല. നമ്മളെ ഇവിടെ കൊണ്ടുവന്ന് കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നു. എനിക്ക് അടി ഒന്ന് പെരുമാറാൻ വേണ്ടി നിങ്ങളെ തന്തപ്പടി ഇവിടെ എത്ര പ്രാവശ്യം കയറി ഇറങ്ങിയെന്ന്. സത്യം പറഞ്ഞാൽ അതൊക്കെ എനിക്ക് അറിഞ്ഞപ്പോണ്ടല്ലോ, ഞാൻ ആലോചിച്ചോക്ക് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്ന ഉപകാരങ്ങൾ ചില്ലറയാണ്. അനിയത്തിയുടെ കല്യാണത്തിന് വല്ലതും പറഞ്ഞിട്ടുണ്ടായിരുന്നു റോബിൻ. ഞാൻ ഓടി ഇറന്ന എല്ലാ കാര്യങ്ങളും ചെയ്തില്ലേ? എന്നിട്ട് ഞാൻ 1 രൂപ വാങ്ങിച്ച പട്ടി പണിയെടുക്കുമ്പോൾ ഞാൻ പണിയെടുത്തില്ലേ? എന്നിട്ട് കേട്ടോ എന്നിട്ട് 2 ലക്ഷം രൂപ ഞാൻ നിങ്ങളെന്ന് അനധികൃതമായി വാങ്ങിച്ചെന്ന് പറഞ്ഞിട്ട് കമ്മീഷൻ ഓഫീസിൽ കേസ് കൊടുത്തു നിങ്ങൾ അച്ഛൻ. ഞാൻ അതിന്റെ പേരിൽ 4 ദിവസം കയറി ഇറങ്ങി. എന്തെന്നറിയാം കേസ് കൊടുത്തത്? 2 ലക്ഷം രൂപ ഞാൻ നിങ്ങളെ പറ്റിച്ചു. കല്യാണത്തിന് വീഡിയോ ഫോട്ടോ എടുത്ത് കൊടുക്കാന്ന് പറഞ്ഞിട്ട് 2 ലക്ഷം രൂപ മാറ്റിക്കൊണ്ട് പോയി പറ്റിച്ചെന്ന്. ഞാൻ പൈസക്കാണ് നിങ്ങൾ അവിടെ വർക്ക് ചെയ്തത്. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ നമുക്ക് ഈ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അറിയാം. ഓക്കെ, ഇതിപ്പോ നമ്മൾ കോൺഫിഡൻഷ്യൽ ആയിട്ട് സംസാരിക്കുന്ന ഇപ്പൊ ഞാനും ബ്രോയും പിന്നെ ചേട്ടനും മാത്രമേ ഇത് കേൾക്കുന്നുള്ളൂ. മനസ്സിലായില്ലേ? ഞാനിപ്പോ ഈ കോൾ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഈ കോൾ ഒരിക്കലും പുറത്തു പോകല്ലേ. ഞാൻ ഇത് ആത്മാർത്ഥമായിട്ടാണ് സംസാരിച്ചത്. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ ഡെലീറ്റ് ചെയ്യും എന്നുവെച്ചാൽ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന ഒരാളല്ല. ഞാൻ ഐഫോണാണ് യൂസ് ചെയ്യുന്നത്. ഞാനത് പണ്ടേ ചെയ്യില്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ അതെനിക്കറിയാം. ഞാനും സത്യം പറഞ്ഞ നിന്റെ ഒരു കോളും എന്റെ കയ്യിൽ ഒരു മൈരുമില്ല. പക്ഷെ ഞാൻ ചുമ്മാ ഞാൻ വച്ചടിച്ചു തന്നെ. എന്റെ സ്വഭാവം അറിയല്ല. അല്ല റോബിൻ എന്റെ സ്വഭാവം അറിയില്ല. ഞാൻ വച്ചടിച്ചു തന്നെ. പിന്നെ എനിക്കറിയാം ആ സമയത്ത് ഞാൻ അത് പറഞ്ഞു കഴിഞ്ഞാൽ റോബിന് അനങ്ങൂലെന്ന് എനിക്കറിയാം. സത്യമായിട്ട് എന്റെ ഒരു മൈരുമില്ല. ആകപ്പാടെ ഉണ്ടായിരുന്നത് ഒരു ആരതിപ്പൊടി പാതിരാത്രി എന്റെ അടുത്ത് വിളിച്ചിട്ട് ചേട്ടാ എനിക്ക് അത്യാവശ്യമായിട്ട് ചേട്ടനെന്ന് കാണുന്നതാണ് ആ മെസ്സേജിന്റെ സ്ക്രീൻഷോട്ട്. അല്ലാതെ ഒരു മൈര് എന്റെ കയ്യിലില്ല. പിന്നെ ഞാൻ നിന്ന് അടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഭാഗത്ത് എവിടെയൊക്കെ എന്തൊക്കെ ന്യായം ഉണ്ടെന്ന് എനിക്ക് അറിയായിരുന്നു. അതുകൊണ്ട് മാത്രമാണ്. ഇല്ല ഞാൻ ഒരു കാര്യം ചേട്ടാ, ഇപ്പൊ സിമ്പിൾ ആയിട്ട് പറഞ്ഞ ഇത്രേ ഉള്ളൂ കാര്യം. ഇപ്പൊ നമുക്ക് രണ്ടുപേർക്കും കാര്യങ്ങൾ എന്താണെന്ന് അറിയാം. നമ്മൾ ഇത്രയും വർഷത്തിന് ശേഷം ഇപ്പോഴാണ് സംസാരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇത് നിങ്ങൾ എന്താണെന്നും ഞാൻ എന്താണെന്നുള്ളത് ഈ കണ്ട ആൾക്കാർ കൂടിയ കാര്യം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. ആണോ അല്ലേ? അങ്ങനെ ആയിരുന്നല്ലോ. കൂടെ നിന്നപ്പോ എന്തെങ്കിലും കുതികാലോട്ടാ ഞാൻ നിന്നാ? 1 രൂപ ഞാൻ വാങ്ങിക്കാൻ നിന്നാ? എന്റെ പൊന്നു മനുഷ്യ, നിങ്ങൾ ഇത് ചെയ്തപ്പോ ഞാൻ ഇങ്ങനെ ലൈക്ക് എന്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഞാനിത് എന്താണിത് എനിക്ക് മനസ്സിലാവുന്നില്ലെന്ന്. നിങ്ങളെ ഞാൻ അത്രയും സ്നേഹിച്ചിരുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടിരുന്നു എന്നുള്ളത് നിങ്ങൾക്കറിയാലോ. അല്ല അതുകൊണ്ടാണ് ഞാൻ ആലോചിച്ചത്. കാരണം ഞാൻ ഞെട്ടിപ്പറിച്ച നിങ്ങൾ അച്ഛൻ ഓരോന്ന് ഞാൻ പറയട്ടെ എന്ത് കാര്യം ഉണ്ടെങ്കിലും ആദ്യം വിളിക്കുന്നത് നിങ്ങളെ ആണോ അല്ലേ? എവിടെയെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ നിങ്ങൾ എന്ത് ചെയ്യുന്നത്. ഞാൻ എന്നിട്ട് നിങ്ങളിത് ദേഷ്യപ്പെടാൻ വരെ തുടങ്ങി. കാരണം എനിക്ക് അങ്ങനെ സംസാരിക്കണം ആരും ഇല്ലായിരുന്നു. അറിയാലോ. ഞാൻ ആ സമയത്ത് സത്യം പറഞ്ഞാൽ എന്റെ എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ ചേട്ടാ അങ്ങനെയാട്ടോ ഇങ്ങനെയാട്ടോ നിങ്ങളെടുത്താണ് ഞാൻ എന്ത് ചെയ്തോണ്ടിരുന്നത് പറഞ്ഞോണ്ടിരുന്നത്. പിന്നെ ഇനി ഒരു കാര്യം കൂടെ പറയാം. ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് എനിക്ക് ഇപ്പോഴും എവിടെ ഒരു സ്നേഹം കിടക്കണോണ്ട് പറയാം. പൊടിയുടെ അടുത്ത് കഴിയണതും അധികം കാര്യങ്ങളൊന്നും ഇപ്പൊ കേട്ടോണ്ടിരിക്കണമെങ്കിലും ശരി തന്നെ. അധികം കാര്യങ്ങളൊന്നും പറയാൻ നിൽക്കണ്ട. അവള് ഒരു കിളി പോയ കേസാണ്. ഞാൻ ഉള്ള കാര്യം പറയണം. നിന്റെ ഭാര്യ എന്നെ കെട്ടാൻ പോകണം എന്നാലും പറയാണ്. ഇപ്പൊ എന്റെ ഭാര്യ ആയാലും ശരി തന്നെ നമ്മൾ ചില കാര്യങ്ങൾ സൂക്ഷിക്കേണ്ടത് സൂക്ഷിച്ചു പോകണം. കാരണം ഈ പൊട്ടന്മാരുടെ അടുത്ത് അവള് രണ്ടാമത് ഇപ്പൊ ഈ അടുത്തിടെ മറ്റേ ആത്മഹത്യ നീ അവളെ പീഡിപ്പിക്കാനല്ല സോറി മാനസികമായിട്ട് നീ അവളെ മറ്റേ അത് ചെയ്യാൻ പോയി ഇത് ചെയ്യാൻ പോയി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ മൈരന്മാരുടെ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ഒരു കാര്യം മാത്രം ചേട്ടാ ചെയ്യാം. ഇപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ എന്നുവെച്ചാൽ ഞാൻ ഇടുന്നില്ല. കാരണം നിങ്ങൾ അത്യാവശ്യം നിങ്ങളുടെ പ്രൊഫൈല് എന്നുവെച്ചാൽ നമുക്കിടയിൽ പ്രശ്നങ്ങളുണ്ടെന്ന് പറയാം. ഞാൻ ആ പോസ്റ്റ് ഈ കോൾ കട്ട് ചെയ്ത ഉടനെ നിങ്ങൾ വീഡിയോ ചെയ്തില്ലെങ്കിൽ ഞാൻ ഇപ്പൊ അങ്ങ് ഡിലീറ്റ് ചെയ്യും. മനസ്സിലായി? എനിക്ക് നിങ്ങളുടെ ഒരു പ്രശ്നമില്ല. ഞാൻ സീരിയസിൽ പറയാം. പക്ഷെ എന്റെ ഒരു ആഗ്രഹമല്ല, ഇപ്പൊ ആവശ്യമാണ് ഞാൻ പറയുന്നത്. കാരണം നിങ്ങളുടെ ഭാഗം എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്തൊരു വീഡിയോ ഇടണം. അത് മാത്രമല്ല ആ വീഡിയോ നിങ്ങൾ കമന്റ്സ് ബോക്സ് ഓഫ് ആക്കിയാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് പറയാനുള്ള ഈ ലോകത്തോട് നിങ്ങൾ പറയണം. മനസ്സിലായില്ലേ? എന്നുവെച്ചാൽ നമ്മൾ ഇപ്പോഴും ഞാൻ നിങ്ങളോട് പഴയ രീതിയിലാണ് സംസാരിക്കുന്നത്. ഒരു മാറ്റം പോലും വന്നില്ല. നിങ്ങൾക്കറിയാലേ? അല്ല ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഞാൻ പറഞ്ഞ സിമ്പിൾ പരിപാടിയാണ്. ഞാൻ എന്തായാലും ഒരു വീഡിയോ ചെയ്തിടൂല. കാരണം എനിക്ക് അതിൽ കിട്ടാവുന്നതിന്റെ മാക്സിമം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മാക്സിമത്തിന്റെ മാക്സിമം എനിക്ക്
കിട്ടിക്കഴിഞ്ഞു. ഞാൻ പറയണത് എന്റെ പൊന്നു അല്ല, ചേട്ടാ, ഞാൻ ഇത് എനിക്ക് പറഞ്ഞാല് കിട്ടിക്കഴിഞ്ഞെന്ന്. അല്ല, നിനക്കും കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ സിമ്പിൾ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ സാധനമേ ഉള്ളൂ. അല്ല, ഞാൻ ജെന്യൂൻ ആയിട്ട് പറഞ്ഞതാണ്. എനിക്ക് നിനക്ക് ഉപയോഗമുള്ള കാര്യമാണ് പറഞ്ഞത്. ഒറ്റ സാധനത്തിൽ. കാരണം എന്നെക്കാളും ഹൈപ്പ് ഉള്ള ആളാണ് നീ. കാരണം ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് നീ. വെറും 78K ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് ഞാൻ. എന്നെ ഫോളോ ചെയ്യണത് വെറും സാധാരണ നമ്മുടെ സിനിമയിൽ മാത്രം വർക്ക് ചെയ്യണതും അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന കുറെ ആൾക്കാര്, കുറച്ച് ആൾക്കാര്. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങളൊരു വീഡിയോ ചെയ്തിട്ട് അയക്കും, നമുക്കത് കൊളാബിട്ടേക്കാം. ഇല്ല, അല്ലല്ല അതെന്തെന്നറിയാവോ, സിമ്പിൾ പരിപാടി. ഞാൻ അതാണ് ഇപ്പോഴും പറഞ്ഞത്. ഇത് നമ്മള് ഉള്ള കാലത്ത് അലക്കാനോ ഇതൊന്നും വേണ്ട. കാരണം ഞാൻ ഇത് കേട്ടോ, അല്ല ഇത് കേട്ടോ, ഇതൊരു കൊളാബ് വീഡിയോ ഇട്ട് കളയുക. കാരണം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഞാൻ നിന്ന് തരണം ചെയ്തെന്നുള്ളതാണ്. ഇതെല്ലാം നിന്ന്, കാരണം ഞാൻ എവിടെ പോയാലും ഇത് കേട്ടോ, ഞാന് എത്ര പ്രാവശ്യം ഇതിനു വേണ്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി, എവിടെയൊക്കെ പോയി, എന്റെ വീട്ടിലെ പ്രശ്നം എല്ലാം. അണ്ണാ ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ. ഒറ്റ സ്റ്റോറി ഇട്ടാ മതി. അല്ല, ഞാൻ അന്നും പറഞ്ഞ ഒരൊറ്റ കാര്യം, ഇന്നും പറഞ്ഞ കാര്യം, ഒരു സ്റ്റോറി. പറയട്ടെ, പലർക്കും ഇപ്പൊ കാര്യങ്ങൾ അറിയത്തില്ല. ഇപ്പൊ നിങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചതോ അന്ന് ആ വീഡിയോന്റെ കാര്യവും എല്ലാം കൂടെ നിങ്ങൾ പറയുമ്പോൾ അതിനൊരു വാല്യൂ വരുന്നത്. ഞാൻ പറയുമ്പോ വീണ്ടും ഞാൻ അതിൽ പറഞ്ഞ ഒന്നും നടക്കത്തില്ല. ഞാൻ സീരിയസ്ലി പറയുന്നത്. അല്ല, സിമ്പിൾ പരിപാടി. ഇത് ഇത്രയും ചെയ്തോ, ധൈര്യമായിട്ട് ചെയ്തോ. ഇത്രയും മാത്രം നീ ചെയ്താ അതിന്റെ ബാക്കി ഞാൻ ഡീൽ ചെയ്തോളാം. അത് ഞാൻ ഡീൽ ചെയ്തോളാം. അതെന്റെ വാക്ക്. വേറൊന്നും വേണ്ട. അത് ഡിലീറ്റ് ചെയ്തിട്ട് ഒരു ഒറ്റ ദിവസത്തെ സ്റ്റോറി ഇട്ടാ മതി. എനിക്ക് ചുമ്മാ എഴുതിയിട്ടാ മതി. വീഡിയോ ഒന്നും ചെയ്യണമെന്നൊന്നുമില്ല. കാരണം അന്ന് കണ്ട ആൾക്കാരോ അന്ന് കണ്ട ഹൈപ്പൊന്നും ഇപ്പൊ ആർക്കും ഇല്ല. അല്ലല്ല, ഞാൻ ഈ കാര്യം ഞാൻ ചെയ്യുന്ന കാര്യം പറയാം. ഞാൻ ആ ഒരു വീഡിയോ ഇല്ലേ, ഏത് ശാലിച്ചേട്ടൻ മാപ്പ് പറയുന്ന വീഡിയോ, വിവിയാണ് എനിക്കത് ചെയ്ത് തന്നെന്നുള്ളത് ഞാൻ എന്ത് ചെയ്യാം, ഞാൻ സ്റ്റോറി ഇട്ടേക്കാം. അല്ല, അതില് വേറൊരു വലിയ കാര്യമുണ്ട്. അന്ന് ആക്ച്വലി മൂപ്പനാണ് അത് ചെയ്തു കൊടുത്തത്. ഓർമ്മയുണ്ടോ? എന്റെ പൊന്നു ചേട്ടാ, എനിക്കത് അയച്ചു തരുന്ന ആരാണ്? വിവിയാണ് അയച്ചു തരുന്നത്. മൂപ്പനാണ് അയച്ചു തന്നത്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. അന്ന് റോബിൻ പിടിച്ച വള്ളികൾ ചില്ലറയൊന്നും അല്ല. സായി മനസ്സിലായോ? സായി അന്ന് എന്തെന്നറിയാം, അന്നത്തെ ആവേശത്തിലേ ചില്ലറൊന്നും അല്ല കിടന്ന് കാണിച്ചു തരാ. നീ മോശമല്ല, ഞാനും മോശമല്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണിച്ചു വെച്ചത് ചെറിയ പണിയൊന്നും അല്ല. കാരണം അല്ല, ഞാൻ പറഞ്ഞത് നോക്ക്, നിങ്ങൾ ആലോചിച്ചിട്ട്. ഞാൻ പറയട്ടെ ഒരു കാര്യം പറയാം. ഞാനത് ഡിലീറ്റ് ചെയ്ത മാത്രമേ, ഞാനപ്പൊ സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ അവിടെ സത്യം പറഞ്ഞാൽ അത് വെറുതെ വീണ്ടും ഒരു ഇഷ്യൂ ഉണ്ടാവുകയും ചെയ്യുന്നത്. കാരണം അതപ്പൊ ആൾക്കാർ എന്താ സത്യാവസ്ഥ അറിയാതെ പോകും. എനിക്ക് സിമ്പിൾ പരിപാടി. അല്ല, ആൾക്കാരുടെ അടുത്തുള്ള സത്യസന്ധമായിട്ട് സാധനം അത് ഞാൻ ചെയ്തോളാം. അത് എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചോദ്യം വരുമല്ലോ. അതൊക്കെ ഞാൻ പറയാം. എനിക്ക് ഇത്രയും നേരമായിട്ട് ഇപ്പൊ ഇത്രയും വലിയ വിഷയമൊക്കെ നിങ്ങൾക്ക് അവിടെ നടക്കുന്നുണ്ടായിരിക്കും. എനിക്ക് എന്റെ 2 മക്കൾ സത്യമായിട്ട്, ഞാൻ ഓടിക്കുന്ന വണ്ടി സത്യമായിട്ട് ഒരു മെൻഷൻ പോലും എനിക്ക് വന്നിട്ടില്ല. അറിയാമോ? ഒരു മെസ്സേജ് പോലും ഒരാൾ അയച്ചില്ല. എന്തെന്നറിയാമോ? അവർക്കറിയാം ഞാനിപ്പോ ഈ ഒരു പരിപാടി ഇട്ടൊന്നും അല്ല. ഞാൻ വേറൊരു പരിപാടി ഇട്ട് ഞാൻ നിന്റെ റൂട്ടിലോ അല്ലെങ്കിൽ ഞാൻ ഇതിലൊന്നും നിങ്ങൾ ആരെടുത്തോണോ ചോദിച്ചോക്ക്. ഞാൻ ഒരാളെടുത്തും റോബിനെ പറ്റിയും പറയാൻ ഞാൻ ആ റൂട്ടിലേ ഇല്ല. ഞാനേ ഒരു കാര്യം പറയട്ടെ. ഈ സംഭവം സത്യം പറഞ്ഞാൽ എനിക്ക് നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ ഇത് സോൾവ് ആക്കാം. ആണോ അല്ലേ? കാരണം എന്ന് വെച്ചാൽ ഒന്നുമില്ല, എന്നെ മാനിപ്പുലേറ്റ് ചെയ്തതും വിവിയാണ് ഈ വീഡിയോന്റെ കാര്യം പറയുന്നത്, ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. രണ്ടാമത്തത് നിങ്ങള് മാനിപ്പുലേറ്റ് ചെയ്ത കാര്യം മനസ്സിലായി. ഈ ഒരു ഇൻസിഡന്റ് മാത്രം, ഇത്രയും ഇഷ്യൂ എന്ന് വെച്ചാൽ ഇത്രയും മാത്രമേ ഉള്ളൂ. നമ്മൾ തമ്മിൽ വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു പ്രാവശ്യം പോലും നമ്മൾ വഴക്കുപോലും ഇട്ടിട്ടില്ല. ഇവനാണ് ഇത്. കാരണം അവൻ എഗൻസ്റ്റാണ് ഇപ്പൊ എല്ലാ കാര്യങ്ങളും നിൽക്കുന്നതാണ്. മനസ്സിലായി കേട്ടോ? ഇപ്പൊ എല്ലാ കാര്യങ്ങളും അവൻ ഡാഷ് മോന്റെ ഇതിലാണ് ഇപ്പൊ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുന്നത്, നിൽക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യുന്നത് എന്ന് വെച്ചാൽ അവനാണ് ഇത്രയും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അനാവശ്യമായിട്ട് ഞങ്ങൾക്കിടയിൽ ഒരു ഇഷ്യൂ ഉണ്ടായത്. അല്ല, ഞാൻ പറഞ്ഞതെന്ന് വെച്ചാലേ, ഞാൻ ഇന്നിപ്പോ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നിനക്ക് തന്നെ അല്ല, ഇത് കേട്ടോ, ഞാനിപ്പോ ഇന്ന് എന്റെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് വേറെ പ്രത്യേകിച്ച് നഷ്ടപ്പെടാനില്ല. പക്ഷെ നിനക്കിന്ന് നഷ്ടപ്പെടും. എന്തെന്നറിയാമോ? നീ നിന്നെ വിളിപ്പിക്കാറെന്ന് പറയും. സായി ശരിയാണോ അല്ലേ? പറ. സായി ഒരു യൂട്യൂബർ അല്ലേ? പറ. ഞാൻ ഒരു കാര്യം പറയട്ടെ. റോബിനോട് വിളിപ്പിച്ചൊന്നും കിട്ടാൻ പോണില്ല. പക്ഷെ റോബിൻ എന്താ തിരിച്ചു പിടിക്കുന്ന അറിയോ നിങ്ങൾക്ക്? റോബിൻ എന്താ തിരിച്ചു പിടിക്കുന്ന അറിയോ? റോബിന്റെ പോയ ഒരു സംഗതി ഉണ്ട്. അതെ, അതാണ് ഞാൻ പറഞ്ഞതേ. സിമ്പിൾ പരിപാടി എന്ന് വെച്ചാൽ എന്തെന്നറിയാമോ? അതിനുള്ള പരിപാടി നോക്ക്. കാരണം ഇപ്പൊ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ട് ഞാൻ പറയണേ, അയ്യോ റോബിനെ ഒന്ന് പടാച്ചു പോയി നമ്മള്. കാരണം ഒരുത്തൻ ഒരു ഇതിൽ നിക്കണ സമയത്ത് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ അവൻ എന്തായാലും ചീഞ്ഞ്.
കുറച്ചുകൂടെ അളിയേ ഉള്ളൂ, വേറെ ഒന്നും സംഭവിക്കില്ല. പക്ഷേ റോബിൻ ഇപ്പൊ ക്ലീൻ ഇമേജ് ഉണ്ടാക്കണമെന്നുണ്ട്. അല്ല, ഞാൻ എന്റെ കാര്യത്തിലുള്ള കാര്യമാണ് പറഞ്ഞത്. റോബിൻ സിമ്പിൾ ആയിട്ടൊരു കാര്യം ചെയ്യാം. ഞാൻ ഇത് ജെന്യുവൻ ആയിട്ട് ആത്മാർത്ഥമായിട്ട് പറയാം. എന്റെ ഒരു സഹോദരൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയണതാണ്. ഞാൻ എന്റെ ലൈഫിൽ ഒരു വലിയൊരു മറ്റൊരാളുടെ വാക്ക് കേട്ടിട്ട് എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ ഷാലു ചേട്ടനടുത്ത് അന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് തീരാന്നുള്ള വിഷയം ഞാൻ ഇന്ന് ഷാലു ചേട്ടനോട് സംസാരിച്ചെന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ആളെ വിട്ട് സംസാരിച്ചാൽ എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഇന്ന് അപ്പോഴാണ് നമ്മളിങ്ങനെ ഇതിനെപ്പറ്റി ക്രിട്ടിസൈസ് ചെയ്യണത്. ശരിയല്ലേ? ഇന്നല്ലേ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യണത്. അപ്പൊ എന്തിനാണ് സംഭവം? എന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞതെല്ലാം വിവിയാണ്, അതിൽ 100% സത്യമാണ്. ഇതൊക്കെ ഞാൻ അന്നും വിളിച്ചു പറഞ്ഞ കാര്യമാണ്. അന്നും ഞാൻ വിളിച്ചു പറഞ്ഞ് വീഡിയോ ഇട്ട കേസുകളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഇതൊക്കെ വീഡിയോ പണ്ടേ ഇട്ടതാണ്. ഇതിൽ ഇനി സംഭവിക്കണമെന്ന് വെച്ച് ഞാൻ ഒരു കാര്യം ചെയ്യാം. മനസ്സിലായി? സിമ്പിൾ ആയിട്ട് ഒരു കാര്യം പറയാം. ഞാൻ എന്റെ ഭാഗത്ത് നിന്ന് ഒരു വീഡിയോ ചെയ്തിട്ട് ഞാൻ സായിക്ക് അയച്ചു കൊടുക്കാം. മനസ്സിലായില്ലേ? ചേട്ടന്റെ ഭാഗത്ത് നിന്ന് ഒരു വീഡിയോ ചെയ്തിട്ട് എന്ത് ചെയ്യണം? സായിക്ക് അയച്ചു കൊടുക്കണം. മനസ്സിലാവുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? എന്നിട്ട് നിങ്ങൾ എന്റെ വീഡിയോ പോസ്റ്റ് ചെയ്താൽ ഞാൻ നിങ്ങളുടെ വീഡിയോ പോസ്റ്റ് ചെയ്തോളാം. എന്റെ പൊന്നു ചേട്ടാ, അതല്ല നിനക്ക് ഇപ്പോഴും കാര്യം മനസ്സിലാവില്ല. എന്റെ പൊന്നു ചേട്ടാ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇത് നമുക്ക് രണ്ടുപേർക്കും ഇതിൽ ഒരു പ്രശ്നം വരത്തില്ല. അല്ല, എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ കളമൊക്കെ വിട്ടതാണ്. ഞാൻ മുമ്പേ സായിയുടെ അടുത്ത് വെച്ചേക്കാണ്. ഞാൻ സായിയുടെ അടുത്ത് മുമ്പേ പറഞ്ഞു, സായി ഞാൻ ഈ വിഷയമൊക്കെ വിട്ടതാണ്. സായി പറഞ്ഞില്ലേ 1 വർഷം മുമ്പേ. ഞാൻ പറഞ്ഞ സായി അവ എവിടെയെങ്കിലും വിജയിച്ചോട്ടെ, എവിടെയെങ്കിലും പോട്ടെ, ഞാൻ അങ്ങനെ പറഞ്ഞു. പിന്നെ എനിക്കിപ്പോ രണ്ടാക്കും കൂളായിട്ടുള്ള ഒരു സാധനം ഞാൻ പറയട്ടെ. റോബിൻ ബ്രോന്റെ വശം റോബിൻ ബ്രോയും ഇങ്ങേരെ വശം ഇങ്ങേരും പറഞ്ഞു വോയിസോ വീഡിയോ അയച്ചോ രണ്ടും കൂടി. അല്ല, സിമ്പിൾ പരിപാടി സായി സിമ്പിൾ പരിപാടി. ഞാൻ വോയിസ് തരാം. സായി എന്നോട് ചോദിക്കുന്ന കാര്യത്തിന് കൃത്യം ഞാൻ മറുപടി പറയാം. നിങ്ങൾ എന്നിട്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തിട്ടോ, എനിക്ക് ഒരു പരാതിയില്ല. അല്ല ചേട്ടാ, ഞാൻ ഒരു കാര്യം പറയട്ടെ. അല്ലെങ്കിൽ സായി ഒരു കാര്യം ചെയ്യുന്ന വീഡിയോ കോൾ വിളിച്ചോ, ഞാൻ വോയിസ് തരാം. ഞാൻ ഒരിക്കലും ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ട് കഴിഞ്ഞാൽ റോബിനെ ഞാൻ ഇപ്പൊ നിൽക്കുന്ന റേഞ്ച് എനിക്ക് മാത്രമേ അറിയാവൂ. തമാശയായിട്ടൊന്നല്ല, ഞാൻ ഇപ്പൊ നിൽക്കുന്നത് വേറെ റേഞ്ചിലാണ്. എന്നുവെച്ചാൽ നല്ലവനായ ഉണ്ണിക്കളിയല്ല, ഞാൻ ഇപ്പൊ ഭയങ്കര ഫാമിലി ആയിട്ട് ഭയങ്കര വേറൊരു പീസ് മൈൻഡിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയട്ടെ, നമുക്ക് രണ്ടുപേർക്കും ഒരു കേടില്ലാത്ത കാര്യം. സായി ബ്രോ എന്ത് ചെയ്യാ, നമ്മുടെ ഷാലു ചേട്ടനെ വിളിച്ചിട്ട് വീഡിയോ കോളിൽ ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന കാര്യം മാത്രം ഒന്ന് അത് റെക്കോർഡ് ചെയ്ത് ഒരു വീഡിയോ കോളിൽ റെക്കോർഡ് ചെയ്യും. സിമ്പിൾ പരിപാടി. അത് എനിക്ക് തന്നാ മതി, ഞാൻ ഇട്ടോളാം. സായി നടുക്ക് നിന്നിട്ട് സായി ഒരു വീഡിയോ കോൾ ചെയ്തിട്ട് എങ്ങനെ സംഭവം ഇത്രയേ ഉള്ളൂ. പക്ഷെ വളരെ ജെന്യുവൻ ആയിട്ട് ആത്മാർത്ഥമായിട്ട് അറിയണം. എനിക്ക് മറ്റേ ചുമ്മാ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഒരു ഹൈപ്പ് ഉണ്ടാക്കാനുള്ള സാധനത്തിനാണെങ്കിൽ എനിക്ക് വേണ്ട. ഞാൻ പറഞ്ഞ ആ രീതിയിലല്ല, നമ്മൾ ജെന്യുവൻ ആയിട്ട്, അതായത് ഇതിൽ നടന്ന സംഭവം എന്ന് പറയുന്നത് ഇതിങ്ങനെ തന്നെ വേണം. കാരണം അന്ന് ഈ പറഞ്ഞ പോലെ നമ്മൾ തമ്മിൽ സംസാരിച്ചില്ല, നമ്മൾ തമ്മിൽ ഡയറക്റ്റ് സംസാരിച്ചിട്ടേ ഇല്ല. അന്ന് ഈ പറഞ്ഞ പോലെ ഇടനിലക്കാരാണ് സംസാരിച്ചത്. അല്ല പറയാനുള്ളത് ആക്ച്വലി സത്യം പറഞ്ഞാൽ അന്നേ നമ്മൾ സംസാരിച്ചിരുന്ന ഈ ഇഷ്യൂ ഒന്നും വരത്തില്ല, ഒന്നും വരില്ലായിരുന്നല്ലോ. നിങ്ങൾക്ക് നിങ്ങളെ കാര്യം, ഞാൻ എന്റെ കാര്യം നോക്കി മിണ്ടാതെ പോയാ. ഞാൻ നിങ്ങളെ വിളിക്കും ജെന്യുവൻ ആയിട്ട് കാര്യം ചോദിക്കും. നിങ്ങൾ പറയാനുള്ളതൊക്കെ നിങ്ങൾ റെക്കോർഡ് ചെയ്യാൻ എനിക്ക് അയച്ചു തരുക. എന്നിട്ട് ഞാൻ അത് സ്റ്റോറി ഇട്ട് കൊടുക്കാം. ഞാൻ പറയാം, എനിക്കിത് ബിബിയാണ് എന്ത് ചെയ്തത്, എനിക്ക് ആ വീഡിയോ ഇതേപോലെ ചെയ്യിപ്പിച്ച് അയച്ചു തന്നത്. അത് ആക്ച്വലി അന്ന് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇഷ്യൂ വരത്തില്ലായിരുന്നു എന്ന് എന്ത് ചെയ്യാം, ഇടാം. സിമ്പിൾ കഴിഞ്ഞു. ഓക്കെ, ഞാൻ വീഡിയോ കോള് ഞാൻ സായിയായിട്ട് എന്റെ മനുഷ്യ ഞാൻ സിംഗിൾ വീഡിയോ എടുത്തിട്ട് ഞാൻ പറഞ്ഞത് നിങ്ങൾ സായും കൂടെ സംസാരിക്കുന്ന ഞാൻ സായിയായിട്ടോ. ഓക്കെ, നിങ്ങൾ സായും കൂടെ എന്ന് വെച്ചാൽ സായി ബ്രോ കാര്യങ്ങൾ ചോദിക്കേ, മനസ്സിലായില്ലേ? അന്ന് യഥാർത്ഥത്തിൽ റോബിനുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല, എനിക്ക് ഇങ്ങനെയായിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. മനസ്സിലായില്ലേ? സത്യം, ഞാൻ സത്യം പറയല്ല. എനിക്കത് ചില സമയത്ത് ആലോചിച്ച് എന്നിട്ട് ഞാൻ പറയും അവന് കുറെ ഫാൻസ് അവര് കാരണമാണ് ആ ചെറുക്കനെ ഇല്ലാതാക്കിയെന്ന് പറയും. സത്യമായിട്ട് ഞാൻ സീരിയസ് അല്ല, കുറെ പ്രാന്തികൾ കാരണം നീ നശിച്ചു കേട്ടാ. ഞാൻ പറയട്ടെ, പ്രൊവോക്ക് ചെയ്യില്ലേ? നിങ്ങളെ വികാരം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞാൻ പറഞ്ഞ നമുക്ക് സോൾവ് ചെയ്യാം, അത്രേ ഉള്ളൂ. സായി, നീ പുള്ളിക്കാരൻ കോൾ ചെയ്തിട്ട് റെക്കോർഡ് ചെയ്തിട്ട് പുള്ളിക്കാരൻ്റെ കാര്യങ്ങളെല്ലാം ചോദിക്കാം. യഥാർത്ഥത്തിൽ പിന്നെ അതുപോലെ തന്നെ മൂപ്പനെ സായി, അത് റോബിന്റെ ഫാദർ ചില്ലറ എന്നല്ല ഉപദ്രവിച്ചത്, ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. മൂപ്പനെ വിളിച്ചൊരു സോറി പറയണം, സത്യമായിട്ട് സോറി പറയണം. അത് എനിക്ക് നേരിട്ട് അറിയാന്നുള്ളതാണ് പറഞ്ഞത്. ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. സായാണ് നിങ്ങൾ വിളിച്ചാൽ മതി. ശരി.